ഇന്നത്തെ വീഡിയോയിൽ ദുബായ് നൈറ്റീസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഒരുപാട് എൻക്വയറി വരുന്ന ഒരു ഐറ്റമാണ് ഈ ദുബായ് നൈറ്റീസ്. നമ്മൾ കഴിഞ്ഞ ചെറിയ പെരുന്നാളിനൊക്കെ ഞാൻ കുറച്ച് പീസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഒരുപാട് പ്രിൻറ്റുകളില്ല, കുറച്ച് പ്രിൻ്റേ ഉള്ളൂ. പക്ഷേ ഞാൻ അതിൻ്റെയൊക്കെ ഒരുപാട് പീസസ് കൊണ്ടുവന്നിരുന്നു. എല്ലാം തന്നെ മാഷാ അല്ലാഹ് സോൾഡ് ഔട്ട് ആയിട്ടുണ്ട്. വീണ്ടും അതിൻ്റെ പെരുന്നാൾ കഴിഞ്ഞിട്ട് ഒരുപാട് എൻക്വയറി ദുബായ് നൈറ്റീസിന് വന്നിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്രാവശ്യം ഒരു കുറച്ചും കൂടെ പീസ് കയ്യിലുണ്ട്. നെക്സ്റ്റ് വീഡിയോ ഒക്കെ ദുബായ് നൈറ്റിയുടെ തന്നെ ആയിരിക്കും. ഇനിയും ഇൻഷാല്ലാ പുതിയ പീസസ് വരാനുണ്ട്. ഇനിയിപ്പോൾ വലിയ പെരുന്നാളൊക്കെ ആവുന്നതിന് മുന്നേ ആയിട്ട് കൂടുതൽ പീസ് കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്. പക്ഷേ ഇതിനേക്കാൾ നല്ലത് അടുത്ത വീഡിയോയിൽ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ആരും വാങ്ങാതിരിക്കരുത്. ഏത് പ്രിൻറ്റിലാണ് ഏത് പാറ്റേണിലാണ് വരാമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഉണ്ടെന്നുണ്ടെങ്കിൽ മിസ്സാക്കാതെ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക. മെറ്റീരിയൽ വരുന്നത് റയോൺ മെറ്റീരിയലിലും വന്നിട്ടുണ്ട്, അതേപോലെ സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടണിലും വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ലാസ്റ്റ് കാണിക്കുന്നത് സോഫ്റ്റ് കോട്ടണിൽ വന്നിട്ടുള്ളതാണ്. ആദ്യം കാണിച്ചതൊക്കെ സോഫ്റ്റ് ആയിട്ടുള്ള റയോൺ മെറ്റീരിയലിൽ വന്നിട്ടുള്ളതാണ്. അതേപോലെ സൈസസ് ആണെങ്കിലും ഓരോന്നും ഡിഫറെൻ്റ് ആണ്. ചിലത് 60 വന്നിട്ടുണ്ട്, ചിലത് 56 വന്നിട്ടുള്ളത്. അതേപോലെ 57 58 വന്നിട്ടുണ്ട്. അതേപോലെ ലാർജ് എക്സൽ ഡബിൾ എക്സൽ ഈ 3 സൈസിലാണ് വന്നിട്ടുള്ളത്. ചിലത് മാത്രം മീഡിയത്തിൽ വന്നിട്ടുണ്ട്. അത് ഞാൻ ഓരോന്ന് കാണിക്കുമ്പോൾ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അതിൻ്റെ സൈസ്. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് നോക്കിയിട്ട് ഓർഡർ ചെയ്താൽ മതി. ഇപ്പോൾ കാണിക്കുന്നത് മീഡിയം സൈസിൽ വന്നിട്ടുള്ളതാണ്. ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് 54 ഇഞ്ചാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള പ്രിൻറ്റും ആണ്, നല്ല പാറ്റേണും ആണ്. യോക്കിലേക്ക് ലേസൊക്കെ വന്നിട്ട് സ്ലീവിലേക്കും അതേപോലെ ലേസ് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലും ഒരു യോക്കിലൊരു കട്ടിങ് വരുന്നുണ്ട്, അതേപോലെ ബാക്കിലും കട്ടിങ് വന്നിട്ട് ഇട്ടാൽ നല്ല നീറ്റായിട്ട് കിടക്കുന്ന നൈറ്റീസാണ്. ഇനിയിപ്പോൾ നിങ്ങൾ ലൂസ് ഉള്ളവരാണെങ്കിൽ ചിലപ്പോൾ എക്സൽ ആണെങ്കിൽ പോലും 42 എന്നല്ല സൈസ് വരുന്നത്. സാധാരണ എക്സൽ എന്ന് പറയുന്നത് 42 ആണ്. ഇതൊക്കെ അത്യാവശ്യം നല്ല വീതിയുണ്ട്. അതേപോലെ ഡബിൾ എക്സൽ 50യുടെ ഒക്കെ മീതെ ടാഗിൽ ഡബിൾ എക്സൽ ആണെങ്കിലും 50യുടെ ഒക്കെ മീതെ വരുന്നുണ്ട്. പക്ഷെ എല്ലാതും അങ്ങനെയല്ല, ഓരോന്നും ഓരോ അളവിൽ വന്നിട്ടുള്ളത്. ഓരോന്നും ഓരോ ബ്രാൻഡാണ്. അപ്പോൾ ബ്രാൻഡ് മാറുമ്പോൾ സൈസിലും നല്ല വ്യത്യാസം വരുന്നുണ്ട്. ഒരു ബ്രാൻഡിൽ എക്സൽ വരുന്ന ആ ഒരു മെഷർമെൻ്റ് അല്ല വേറൊരു ബ്രാൻഡ് വരുമ്പോൾ. എല്ലാത്തിൻ്റെയും കട്ടിങ്ങും വ്യത്യാസമുണ്ട്. ഇതിലൊക്കെ ഫ്രണ്ടിലേക്കൊരു യോക്കിൻ്റെ താഴേക്ക് അവിടെ ഒരു കട്ടിങ് വന്നിട്ടുണ്ട്. അതേപോലെ ബാക്കിലേക്കുണ്ട്. ചിലതിന് ആ കട്ടിങ് ഇല്ല, സ്ട്രെയിറ്റ് ആയിട്ട് വരികയാണ്. ചിലതിന് യോക്കിൽ ചെറിയൊരു പ്ലീറ്റ്സ് ഒക്കെ വന്നിട്ട്. അപ്പോൾ ഓരോന്നും വീഡിയോയിൽ ഞാൻ ക്ലിയർ ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വാച്ച് ചെയ്തിട്ട് വേണം നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ. ചിലവർ സ്ഥിരമായിട്ട് ദുബായ് നൈറ്റീസ് മാത്രം യൂസ് ചെയ്യുന്നവരുണ്ട്. നമ്മൾ സാധാ കോട്ടൺ നൈറ്റീസ് യൂസ് ചെയ്യാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. പുറത്തൊക്കെ ആരെങ്കിലും ഹസ്ബൻഡോ ബ്രദേഴ്സൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് തന്നെ യൂസ് ചെയ്യുന്നവരുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുടെ എൻക്വയറീസ് ഉണ്ടായിരുന്നു ദുബായ് നൈറ്റി കൊണ്ടുവരുമെന്ന്. അതുകൊണ്ടാണ് ഞാൻ ധൈര്യമായിട്ട് കുറച്ച് പീസ് വീണ്ടും കൊണ്ടുവന്നത്. കഴിഞ്ഞ പ്രാവശ്യം കൂടുതലും ലൈറ്റ് ഷെയ്ഡാണ് കൊണ്ടുവന്നത്. കുറച്ച് പീസേ ഡാർക്ക് ഷെയ്ഡിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അന്ന് തന്നെ ഡാർക്ക് ഷെയ്ഡിന് ഒരുപാട് എൻക്വയറി വന്നതാണ്. ഇപ്രാവശ്യം ഡാർക്ക് ഷെയ്ഡും ഉണ്ട്, ലൈറ്റ് ഷെയ്ഡും കൊണ്ടുവന്നിട്ടുണ്ട്. കുറച്ച് ഏജുള്ളവരൊക്കെ എപ്പോഴും ലൈറ്റ് ഷെയ്ഡ് തന്നെയാണ് പ്രിഫർ ചെയ്യുന്നത്. കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നതിലും വൈറ്റിൽ വന്നിട്ടുള്ള നൈറ്റീസാണ് കൂടുതൽ പീസും സോൾഡ് ഔട്ട് ആയത്. ഇതിൻ്റെയൊക്കെ പ്രൈസ് വരുന്നത് 770 രൂപയാണ്. അതിൻ്റെ കൂടെ ഷിപ്പിംഗ് ചാർജ് കൂടി വരും. ഇത് ഉപയോഗിക്കുന്നവർക്കറിയാം എന്തുകൊണ്ടാണ് ഇതിന് റേറ്റ് വരുന്നത് എന്നുള്ളത്. ഇതിപ്പോൾ പുറത്തുനിന്ന് വരുന്നതാണ്, ദുബായിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് ഇത് കിട്ടുന്നത് തന്നെ നല്ല റേറ്റിലാണ്. അല്ലാതെ ഞാനിതിന് റേറ്റ് കൂട്ടിയിടുന്നതല്ലേ. അത് വാങ്ങിക്കുന്നവർക്ക് അറിയാൻ പറ്റും ഇത് അത്യാവശ്യം നല്ല റേറ്റിൽ വരുന്ന ഐറ്റമാണെന്നുള്ളത്. അതിൻ്റേതായ ക്വാളിറ്റി അതിനുണ്ട് താനും. നമുക്ക് ഒരുപാട് കാലം യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ കംപ്ലൈൻ്റ് ഒന്നും വരാത്ത ഒരു മെറ്റീരിയലുമാണ്. നമുക്ക് കുറച്ചൊരു സ്റ്റാൻഡേർഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന എല്ലാ പ്രിൻറ്റുകളും കാര്യങ്ങളൊക്കെ അങ്ങനത്തെ ആ ഒരു രീതിയിൽ വരുന്നതാണ്. നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ ഞാൻ സ്ക്രീനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ആ നമ്പറിലേക്കൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി. അയക്കുമ്പോൾ നിങ്ങൾ അളവും കൂടി ഒന്ന് മെൻഷൻ ചെയ്യുക, ഏതാണ് സൈസ് എന്നുള്ളത്. എക്സൽ ആണോ ഡബിൾ എക്സൽ ആണോ, അതേപോലെ ചെസ്റ്റ് സൈസൊക്കെ ഏതാണെന്നൊന്ന് പറഞ്ഞു തരാം. നല്ല ഹൈറ്റ് ഉള്ളവരാണെങ്കിൽ ലെങ്ത്തും കൂടി പറയാം. 60 വേണോ 57 വേണോ എന്നുള്ളത് അതും കൂടി ഒന്ന് മെസ്സേജിൽ മെൻഷൻ ചെയ്യാം. അതേപോലെ നമ്മൾ സാധാരണയായിട്ട് പോസ്റ്റ് വഴിയാണ് കൊറിയർ ചെയ്യൽ. നിങ്ങൾക്ക് കേരളത്തിനുള്ളിലാണെങ്കിൽ 3-4 ദിവസം കൊണ്ട് തന്നെ വീട്ടിൽ കിട്ടും. കേരളത്തിന് പുറത്താണെങ്കിൽ ചിലപ്പോൾ ഒരാഴ്ച സമയം എടുക്കാറുണ്ട്, ചിലപ്പോൾ 2-3 ദിവസം കൊണ്ട് തന്നെയൊക്കെ കിട്ടാറുണ്ട്. പോയി വാങ്ങിക്കൊന്നും വേണ്ട നിങ്ങൾ. പോസ്റ്റിലാവുമ്പോൾ പോസ്റ്റ്മാൻ വീട്ടിൽ കൊണ്ടുത്തരും. പിന്നെ ഒരുപാട് ആൾക്കാർ ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി പോസിബിൾ അല്ല. ആദ്യം GPay ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഓർഡർ കൺഫേം ചെയ്താൽ ഞാൻ ഗൂഗിൾ പേ നമ്പർ അയച്ചു തരും. അതിലേക്ക് പേയ്മെൻറ്റ് ഇട്ടിട്ട് നിങ്ങൾ സ്ക്രീൻഷോട്ടോ അതിൻ്റെ റെസിപ്റ്റ് എന്തെങ്കിലും അയച്ചാൽ മതി. എന്നിട്ട് അഡ്രസ്സ് അയക്കുമ്പോൾ അഡ്രസ്സ്
അഡ്രസ്സിൽ കറക്റ്റായിട്ട് പിൻ നമ്പർ മൊബൈൽ നമ്പർ എന്തായാലും വെക്കണം. നെയിം, ഹൗസ് നെയിം, പോസ്റ്റ്, പിൻ നമ്പർ, മൊബൈൽ നമ്പർ, ഈ ഒരു ഫോർമാറ്റിലായിരിക്കണം അഡ്രസ്സ് അയക്കേണ്ടത്. കുറേ ആൾക്കാർ വെറും പേരും ചിലവർ പേര് പോലും അയക്കില്ല, വീട്ടുപേരും പോസ്റ്റും അയക്കും, പിൻ നമ്പർ അയക്കും. ചിലവർ അതേപോലെ പേരും വീട്ടുപേരും പോസ്റ്റും മാത്രം അയക്കുക. അങ്ങനെയല്ല അയക്കേണ്ടത്. പേര് വെക്കുക, വീട്ടുപേര് വെക്കുക, അതേപോലെ പോസ്റ്റ് എവിടെയാണെന്ന് വെക്കുക, പിൻ നമ്പർ വെക്കുക, മൊബൈൽ നമ്പർ വെക്കുക. ഇനിയിപ്പോൾ പോസ്റ്റ്മാന് നിങ്ങൾ അഡ്രസ്സിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അവർ ആ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുത്തരും. അതേപോലെ എവിടെയെങ്കിലും പോസ്റ്റ്മാനെ വിളിച്ചിട്ട് വന്ന് വാങ്ങണമെന്ന് പറയുകയാണെങ്കിൽ നിങ്ങളത് പറഞ്ഞാൽ മതി, വന്ന് വാങ്ങൽ ബുദ്ധിമുട്ടാണ്, വീട്ടിൽ കൊണ്ടുത്തരണം എന്ന് പറഞ്ഞാൽ മതി. അതിനുള്ള റേറ്റ് കൂടി നമ്മളിവിടെ കൊറിയർ ചെയ്യുമ്പോൾ അവർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവരെന്തായാലും അത് വീട്ടിൽ കൊണ്ടുതരണം. അപ്പോൾ അങ്ങനെ ആരെങ്കിലും പറയുകയാണെങ്കിൽ നിങ്ങളത് പറഞ്ഞാൽ മതി, വന്ന് വാങ്ങിക്കാൻ ബുദ്ധിമുട്ടാണ്, അപ്പോൾ നിങ്ങളത് കൊണ്ടുതരണമെന്ന്. ഇത് കണ്ടോ, ഇതിപ്പോൾ ഞാൻ മെഷർ ചെയ്യുന്നത് XXL സൈസിൽ വരുന്ന ഒരു നൈറ്റിയാണ്. പക്ഷെ അതിൻ്റെ ചെസ്റ്റ് സൈസ് വരുന്നത് ഏകദേശം 30 ഇഞ്ച് ഒരു സൈഡിൽ വരുന്നുണ്ട്. അപ്പോൾ 60 ഇഞ്ച് വിടുത്ത് വരുന്നുണ്ട്. ചെസ്റ്റ് സൈസ് തന്നെ 60 ഇഞ്ച് വരുന്നുണ്ട്. XXL എന്ന് പറയുന്നത് സാധാരണയായിട്ട് നൈറ്റി ആണെങ്കിലും ഒക്കെ XXL വരിക, നൈറ്റിയിൽ XXL വരെ 48 ഇഞ്ചാണ്. ചുരിദാറാണെങ്കിൽ XXL വരെ 44 ഇഞ്ചാണ്. അപ്പോൾ ഇതൊക്കെ അത്യാവശ്യം നല്ല വീതിയും ലെങ്ത്തൊക്കെ വരുന്ന ടൈപ്പ് നൈറ്റീസാണ്. സ്ലീവും അതെ 16 ഇഞ്ച് വരുന്നുണ്ട്. ഇതങ്ങനെ ഇളകി പോകുന്ന പ്രിൻ്റല്ല, കളറ് പോവുകയോ ചുരുങ്ങിയൊന്നും ചെയ്യില്ല. അപ്പോൾ ആ ഒരു പേടി വേണ്ട. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഐറ്റം. അപ്പോൾ അതിൻ്റേതായ ക്വാളിറ്റി എല്ലാത്തിനും ഉണ്ട്. ഇനി ഇൻഷാല്ലാ കൂടുതൽ പീസ് കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്. നമുക്ക് എൻക്വയറി വരുന്നതിനനുസരിച്ചിട്ട് ഐറ്റംസ് കൂടുതൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ആ ഒരു നെക്ക് പാറ്റേൺ ഈ ഒരു ലേസിലാണ് വന്നിട്ടുള്ളത്. ചിലതിൽ മാറ്റം വരുന്നുണ്ട്. അതേപോലെ യോക്കിൽ ലേസിന് താഴേക്ക് ചെറിയൊരു പ്ലീറ്റ്സ് വന്നിട്ടുണ്ട്. ബാക്കിലേക്ക് ഒരു കട്ടിങ് കൊടുത്തിട്ട് അവിടെയും ചെറുതായിട്ട് പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ലൂസാണെങ്കിൽ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അതേപോലെ വാഷ് ചെയ്യുമ്പോൾ ഇതൊക്കെ മെഷീൻ വാഷ് ചെയ്യുന്നതിന് പകരം ഹാൻഡ് വാഷ് ചെയ്യായിരിക്കും നല്ലത്. മെറ്റീരിയലിനൊന്നും ആയിപ്പോവില്ല മെഷീൻ വാഷ് ചെയ്താലും. പക്ഷേ ഇതിൽ ലേസൊക്കെ നല്ല തിന്നായിട്ടുള്ള ലേസല്ലേ വരുന്നത്. അപ്പോൾ മെഷീനിൽ കുറച്ച് കൂടുതൽ പ്രാവശ്യം വാഷ് ചെയ്ത് കഴിയുമ്പോൾ ലേസൊക്കെ ഡാമേജ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഹാൻഡ് വാഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഫ്രഷ്നെസ്സിൽ കുറേ കാലം അങ്ങനെ തന്നെ നിന്നോളും. മെഷീൻ വാഷ് ചെയ്യുമ്പോൾ ഏത് ഡ്രസ്സാണെങ്കിലും പെട്ടെന്ന് കേടുവന്ന് പോകും. ഒരുപാട് സമയം അതിൽ ഇങ്ങനെ കറങ്ങി വന്നിട്ട്. പിന്നെ വാഷിംഗ് പൗഡർ നമ്മൾ ഹാൻഡ് വാഷ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ക്വാണ്ടിറ്റി അല്ലേ മെഷീനിലിടുക. അപ്പോൾ അതിൻ്റെ ഒരു ഡാമേജ് ഡ്രസ്സിന് എന്തായാലും വരും. ഇപ്പോൾ കാണിക്കുന്നത് കോട്ടനാണ്, നൈസായിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽ വന്നിട്ടുള്ളതാണ്. ദുബൈ നൈറ്റി തന്നെയാണ്, പക്ഷേ മെറ്റീരിയൽ കോട്ടനാണ്, റയോൺ അല്ല. സ്ലീവ് വരുന്നത് 17 ഇഞ്ചൊക്കെ സ്ലീവ് ലെങ്ത്ത് വരുന്നുണ്ട്. ഇതിൻ്റെ ഇറക്കം വരുന്നത് 58 ഇഞ്ചാണ്. ഇനിയിപ്പോൾ അങ്ങോട്ട് കാണിക്കുന്നത് ഇതിൻ്റെ തന്നെ പാറ്റേൺ ആണ്, പക്ഷെ അതൊക്കെ 56 ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത്. ഇതിൻ്റെയൊക്കെ ചെസ്റ്റ് സൈസ് വരുന്നത് നേരത്തെ കാണിച്ച പാറ്റേണിൻ്റെ പോലെയല്ല, അത്ര വീതി വരുന്നില്ല. ഇതിന് 52 ഇഞ്ചാണ് ഇതിൻ്റെ ചെസ്റ്റ് സൈസ് വരുന്നത്. ഓരോന്ന് കാണിക്കുമ്പോൾ അതിൻ്റെയൊക്കെ ചെസ്റ്റ് സൈസ് ഞാൻ സ്ക്രീനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ വാച്ച് ചെയ്യുക, എന്നിട്ട് വേണം പർച്ചേസ് ചെയ്യാൻ. വീട്ടിൽ കിട്ടിക്കഴിഞ്ഞിട്ട് ഇത് വീതിയില്ല ലെങ്ത്ത് ഇല്ല എന്ന് പറയരുത്. വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് വേണം നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ. നിങ്ങളെ സൈസിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു നൈറ്റിയുടെ ചെസ്റ്റ് സൈസ് ഒന്ന് മെഷർ ചെയ്തിട്ട് അതേപോലെ ലെങ്ത്തും മെഷർ ചെയ്യുക. എന്നിട്ട് മെസ്സേജ് ചെയ്യുമ്പോൾ ഇത്ര വിഡ്ത്തുള്ളത് ഇത്ര ലെങ്ത്ത് ഉള്ളതെന്ന് പറഞ്ഞിട്ട് വേണം നിങ്ങൾ ഐറ്റം പർച്ചേസ് ചെയ്യാൻ. റിട്ടേണോ എക്സ്ചേഞ്ചോ റീഫണ്ടോ ഒന്നും പോസിബിൾ അല്ല. ഡാമേജിന് മാത്രമേ നമ്മൾ റിട്ടേണോ റീഫണ്ടൊക്കെ ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത്, വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് സൈസും കാര്യങ്ങളൊക്കെ കറക്റ്റ് മനസ്സിലാക്കിയിട്ട് വേണം പർച്ചേസ് ചെയ്യാനെന്ന്. ഇതൊക്കെ സോഫ്റ്റ് കോട്ടണിൽ വന്നിട്ടുള്ളതാണ്. ഇത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കൊണ്ടുവന്നിട്ട് എല്ലാം തന്നെ സോൾഡ് ഔട്ട് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. ഒരുപാട് എൻക്വയറി വന്നൊരു നൈറ്റിയാണത്. അപ്പോൾ എല്ലാവരും മിസ്സാക്കാതെ പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്യുക.